ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഒരു ഗുണത്തെക്കുറിച്ച് നല്ല പോലെ കേട്ട് ഗ്രഹിച്ചു എന്ന് വയ്ക്കുക. നല്ല പോലെ കേട്ട് ഗ്രഹിച്ചാൽ പിന്നെ ആ ഗുണം നിങ്ങളുടെ തന്നെ ആയിത്തീരും. ഗ്രഹണം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മുമ്പിൽ ഒരു ഇല വെച്ചു, നല്ല ഒരു സദ്യ വിളമ്പി തന്നു. ആ വിളമ്പി തന്ന സദ്യ മനസ്സിരുത്തി നല്ലപോലെ നിങ്ങൾ കുഴച്ച് ഊണ് കഴിച്ച് ചവച്ച് ഇറക്കിയെന്നുണ്ടെങ്കിൽ ഓരോ ഉരുള അകത്ത് ചെല്ലുന്തോറും വിശപ്പ് മാറോ ഇല്ലേ? അതിൻ്റെ രുചി നിങ്ങൾ അനുഭവിക്കുകയോ ഇല്ലേ? വയറ് നിറയോ? ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഒരു ഭാഗത്ത് ഈശ്വരനോട് ഭക്തി, ആശ്രയബുദ്ധി, സ്നേഹം, പ്രതിബദ്ധത. ലോകത്തിനോടോ അത്ര കണ്ട് വിരക്തിയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഭഗവത് അനുഭവം ഉണ്ടാവാതെ പറ്റില്ല. ഇതാണ് ശ്രീമദ് ഭാഗവതം ഊട്ടി ഉറപ്പിച്ച് തരണത് ഓരോ സ്കന്ധവും അധ്യായവും വഴി. കപിലവാസുദേവൻ ദേവഹൂതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഞാനൊന്ന് പറഞ്ഞു വെച്ചത്. അതിൽ നിന്ന് 1-2 ശ്ലോകവും കൂടി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം എന്നെനിക്ക് തോന്നി. സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, 3 കുട്ടികളെയാണ് വേദവ്യാസ മഹർഷി അവതരിപ്പിക്കുന്നത്. ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി, അത് കഴിഞ്ഞാൽ ഉത്താനപാദരാജൻ്റെ പുത്രൻ ധ്രുവൻ, പിന്നെയോ ഹിരണ്യകശിപു അസുരചക്രവർത്തിയുടെ മകൻ പ്രഹ്ലാദൻ. ഈ 3 കുട്ടികളുമായി ഒരു കുട്ടി തന്നെയാണ് ഈ കപിലവാസുദേവൻ. പക്ഷേ ആ കോണ്ടെക്സ്റ്റ്, ആ പ്രസക്തിയൊക്കെ ഒന്ന് വേറെയാണെന്ന് മാത്രം. ആ മകൻ അമ്മയോട് ഉപദേശിക്കുക. ഇത് സാധാരണ എങ്ങും ചിന്തിക്കാനും കൂടി പറ്റാത്തതാണ്. താൻ പെറ്റുവളർത്തിയ ഒരു കുട്ടി തനിക്ക് ഉപദേശം നൽകണമെന്ന് അമ്മ ആവശ്യപ്പെടുക. മകൻ അതിന് പറ്റിയ തരത്തിൽ ഉപദേശം നൽകാൻ പറ്റിയ തരത്തിൽ, അതിന് ഉതകുന്ന തരത്തിലായിത്തീരുക, വളരുക. അച്ഛനതിന് സമ്മതിക്കുക. എന്നിട്ട് മകൻ ഉപദേശിച്ചോളും എന്ന് പറഞ്ഞാൽ അച്ഛൻ കാട്ടിലേക്ക് പോവുക തപസ് ചെയ്യാൻ. മകനും ഉപദേശം കഴിഞ്ഞ് പോവുക. എന്താണിതപ്പ? ഇങ്ങനെ ഒരു വസന്തം നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ ഇതും ഇതിലേറെയും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. അങ്ങനെ ഒരു പുണ്യഭൂമിയാണിത്. അതിൽ എന്നാണ് ഈ സംസ്കാരം രൂപപ്പെട്ടത് എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. സംസ്കാരം നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ചരിത്രം നമ്മുടെ കയ്യിലില്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്പത്തി സ്ഥാനം മുതൽക്ക് പറയണമല്ലോ. അതത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ വേദങ്ങൾ അനാദിയാണ്. വേദങ്ങൾ കേട്ട് പഠിച്ചതാ. ആരോട് ചെന്ന് ചോദിച്ചാലും എൻ്റെ ഗുരുമുഖത്തിൽ നിന്നാണ് ഞാൻ കേട്ടതെന്ന് പറയും. അപ്പോൾ ആദ്യം പഠിപ്പിച്ച ഗുരുവെ നമ്മൾ എങ്ങനെ കാണും? അങ്ങോരടുത്ത് നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയണത് എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ കേട്ടു എന്നാണ്. അപ്പോൾ ആ എൻ്റെ ഗുരു ആരാ, എന്താ, എവിടെയാ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അത്ര വിശേഷപ്പെട്ട ഒരു സംസ്കാരമാണ്. കപിലൻ പറയുകയാണ് അമ്മയോട്, യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ അതിശയിക്കാതെ പറ്റില്ല. ഇത്രയ്ക്ക് തൊലി ഉരിച്ച് കാര്യങ്ങളങ്ങോട്ട് പറയേ. നമ്മുടെ രാജ്യത്തിൽ 2 തരത്തിലാണല്ലോ ഈ സംസ്കാരം നിലനിർത്തി പോന്നിട്ടുള്ളത്. ഒന്ന്, ക്ഷേത്രങ്ങൾ വഴി. വീട്ടിലെ ക്ഷേത്രം, നാട്ടിലെ ക്ഷേത്രം, നഗരത്തിലെ ക്ഷേത്രം, സംസ്ഥാനത്തിലെ ക്ഷേത്രം, രാജ്യത്തിലൊട്ടാകെ എല്ലാവർക്കും വേണ്ടിയുള്ള ക്ഷേത്രം. ഇങ്ങനെ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളുമായുള്ള സങ്കേതങ്ങളാണ്. അതിൽ ദശക്കണക്കിന് 10 കണക്കിന് ജനങ്ങൾ പോവും, ബഹുശതം ജനങ്ങൾ പോകും, ബഹുസഹസ്രം, ബഹുലക്ഷം, ബഹുകോടി. കുംഭമേളയ്ക്കൊക്കെ 15, 16, 18, 20 കോടി ജനങ്ങളാണ് പോയി സ്നാനം ചെയ്യുന്നത്. ഉപായമാണോ നമ്മുടെ ഈ ഭാരതഭൂമി എന്ന് പറയുന്നതും അതിൻ്റെ സംസ്കാരവും? അത്ര വിശേഷപ്പെട്ട ഒരു ഭൂസങ്കേതമാണ് നമ്മളുടേത്. ഒപ്പത്തിനൊപ്പം ഈ ക്ഷേത്രത്തിൽ എന്താ തകരാറ്?
അവിടെ ഒരു പ്രതിഷ്ഠയാണ്. അത് കല്ലോ മരമോ ഒക്കെ ആവാം, മണ്ണും ആവാം. അത് മിണ്ടില്ല. അപ്പം നമ്മൾ അവിടെ പോയി സ്തുതിച്ചു, ആരാധിച്ചു, പലതും പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോരാം. പക്ഷേ ഒരു മറുപടി നമുക്ക് കിട്ടില്ല. അപ്പോൾ പലർക്കും അതിൽ വിഷമങ്ങളുണ്ടാവും, സംശയങ്ങളുണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും. അതിനൊന്നും മറുപടി കിട്ടില്ല. അതൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആശ്രമങ്ങൾ. ആശ്രമങ്ങളിൽ ചെന്നാൽ ആശ്രമാധിപൻ വരൂന്ന് നിങ്ങളോട് പറയും, ഇരിക്കൂന്ന് പറയും, എന്താ വന്നേന്ന് ചോദിക്കും. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അച്ഛനമ്മമാരോട് സംസാരിക്കുന്നതിലേറെ സ്വാതന്ത്ര്യത്തോടു കൂടി സജ്ജനങ്ങളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവർക്ക് അനുഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുപ്പോ വിദ്വേഷമോ അസഹിഷ്ണുതയോ ഒന്നും അവരുടെ മനസ്സിനെ തീണ്ടില്ല. ഈ രണ്ടെണ്ണമാണ് ഇവിടെ പ്രധാനം. നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ വിശേഷം എന്താ? നമുക്ക് ഈശ്വരൻ വെറും സങ്കല്പമല്ല, ഭാവനയല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സത്താവിശേഷമാണ്. ആ സത്തയെ നമുക്ക് സാക്ഷാത്കരിക്കാനും പറ്റും. അങ്ങനെ സാക്ഷാത്കരിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇപ്പോൾ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ, അങ്ങനെ ഭാവന ചെയ്തു. ഈ ഭാവന എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണു എന്നുള്ള സ്വാനുഭവമായി രൂപാന്തരപ്പെടും. നിങ്ങൾ സംശയിക്കാം, എല്ലായിടത്തുമുള്ള ഒരു അനുഭവം ഉണ്ടാവുമോ എന്ന്. ഉണ്ടാവും. ആർക്കാ ഉണ്ടാവുന്നത്? കണ്ണിനല്ല, മൂക്കിനല്ല, ചെവിക്കല്ല. ഉണ്ടാവുന്നത് ദേഹത്തിൻ്റെ ഉള്ളിൽ പഞ്ചഭൂതങ്ങൾക്കതീതമായി ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സിലും ഹൃദയത്തിലും ബുദ്ധിയിലുമാണ്. ബുദ്ധിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. കണ്ണിനില്ല, കയ്യിനില്ല, കാലിനില്ല, ഇല്ല. അതേപോലെ ബുദ്ധിക്ക് ഉണ്ട്. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി ഭഗവത്ഗീതയിൽ പറയുക. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് ഈ സത്താവിശേഷം എന്നുണ്ടെങ്കിലും ബുദ്ധിഗ്രാഹ്യം നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമില്ല. അടുത്ത കാലത്ത് നമ്മുടെ ഭാരതത്തിലുള്ള സാങ്കേതിക വിദ്യ ചന്ദ്രയാനെ പറഞ്ഞയച്ച് അവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങോട്ട് ഇറങ്ങിയില്ലത്, നിങ്ങൾ അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയല്ലോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് യന്ത്രങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് വന്നുവല്ലോ. ഇത് ആരാ ഇങ്ങനെ നിയന്ത്രിച്ച്? ഭൂമണ്ഡലത്തിലിരിക്കുന്നവൻ. ചന്ദ്രനിൽ ചെന്ന് പറ്റിയിട്ടില്ലാത്തവരാണ് ചന്ദ്രയാൻ്റെ യാത്രയെ വേണ്ടതുപോലെ നിയന്ത്രിച്ചത്. ഇത് ആരുടെ മെടുക്ക? കയ്യിൻ്റെ മെടുക്കാണോ? കാലിൻ്റെ മെടുക്കാണോ? അല്ല, അല്ല, ബുദ്ധിയുടെ മെടുക്കാണ്. അവിടെ ബുദ്ധിക്ക് മാത്രം നിങ്ങളാരും മതൾ കെട്ടി നിർത്താൻ നോക്കരുത്. അതിൻ്റെ പാട്ടിൽ വിട്ടോളൂ. അത് അമ്മ പ്രസവിച്ചതോ അച്ഛൻ കാരണക്കാരനായതോ ഒന്നുമല്ല ബുദ്ധി. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത് അണുരൂപത്തിലുള്ള ഒരു ശക്തിവിശേഷമാണ്. ആ അണുമാത്രമാണത്. കണ്ടാലും അന്വേഷിച്ചാലും അവിടുന്ന് നിർഗളിച്ചതാണ് ഇത് മുഴുവനും. അപ്പം അതിന് ഈ ഈശ്വരനുള്ള ശക്തിയുമെല്ലാം പ്രഭാവമെല്ലാം അതിനനുസരിച്ചത് അതിനുമുണ്ടാവും. അങ്ങനെ ആ ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരാൾ പിന്നെ പറയുന്നത് താൻ ഈശ്വരനാണ് എന്നാണ്. ഒരു വൃക്ഷത്തെ നിങ്ങൾ നോക്കി കാണുമ്പോൾ ആ വൃക്ഷം എവിടെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഉള്ളിലെവിടെ? മനസ്സിൽ. എങ്ങനെ? മനസ്സിൻ്റെ പ്രതിച്ഛായയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിൻ്റെ പ്രതിച്ഛായയായി ഞാൻ സാക്ഷാത്കരിക്കുന്ന വൃക്ഷം വാസ്തവത്തിൽ ഞാനും എന്നിലുമല്ലേ? അതേപോലെയാണ് ഈ അനുഭവം. ആ അനുഭവ പ്രാബല്യത്തോടു കൂടിയാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. കപിലദേവൻ ആരോട്? അമ്മയോട്. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. എന്നെ, അന്തരാത്മാവായ എന്നെ, സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം, ഈശ്വരരൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്ന ആത്മാവായിരിക്കുന്ന എന്നെ ഹിത്വാർച്ചാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാവരിലും ഞാൻ എന്ന് പറയുന്ന വാക്കിന് പ്രത്യയത്തിന് നിദാനമായിരിക്കുന്ന ആ സത്താവിശേഷം ഈശ്വര ചൈതന്യമുണ്ടല്ലോ, അതിനെ അവിടെ വിട്ടിട്ട് ഭജതേ അർച്ചാം ഭജതേ മൗഢ്യാത്, ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആ വിഗ്രഹത്തിൽ ആരാണോ ഭജിക്കുന്നത്, ആശ്രയിക്കുന്നത്, മൗഢ്യാത് മൂഢത്വത്താൽ. എല്ലാ ദിക്കിലും ഉള്ളിലും ഇരിക്കുന്ന ഈശ്വരനെ ഉള്ളിൽ പൂജിക്കണോ അതോ പുറത്തു പോയി നമ്മൾ പ്രതിഷ്ഠിച്ച ഒരു കല്ലിൽ പൂജിക്കണോ? ഭഗവാൻ തന്നെ പ്രതിഷ്ഠിച്ചതല്ലേ ഈ ലോകം മുഴുവനും.
ആ ഭൂമിയിലും വെള്ളത്തിലും വായുവിലും അഗ്നിയിലും ആകാശത്തിലും എല്ലാം തന്നെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിൽ മുഴുവനും ഒരുപോലെ നോക്കിക്കാണുന്നതിന് പകരം ഒരു പ്രതിഷ്ഠ നമ്മളായിട്ടുണ്ടാക്കിയ ആ പ്രതിഷ്ഠയെ ആരാധിക്കാൻ പുറപ്പെടുന്നവനുണ്ടല്ലോ, മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. എന്താ ഞാൻ നിങ്ങളോട് പറയുക? എന്താ പറയുക? ആ ആള് ഭസ്മത്തിൽ ഹോമിക്കുന്ന പോലെയാണ് ആ പ്രവൃത്തിന്ന്. ഹോമിക്കണത് എവിടെ ഹോമിക്കണം? കത്തിജ്വലിക്കുന്ന അഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും ആ ഹോമകുണ്ടത്തിൽ, ആ നാളത്തിൻ്റെ ഉള്ളിൽ വേണം ഹോമിക്കാൻ. അപ്പോഴേ അത് ദഹിച്ചു പോവുള്ളൂ. എല്ലാം കത്തി അണഞ്ഞ് ഭസ്മമായി കൂടിക്കിടക്കുന്ന ഒരു ഭസ്മക്കൂട്ടത്തിൽ ഹോമിച്ചാൽ അതിന് എന്താണ് വില? അതുപോലെയാണെന്ന്. ഇങ്ങനെ നിഷേധിച്ച് സംസാരിക്കുമോ ശാസ്ത്രം എന്ന് നിങ്ങൾ അതിശയപ്പെടണം. സംസാരിക്കും. അവരുടെ ഉദ്ദേശം സത്യമാണ്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം എന്ന് പറഞ്ഞല്ലേ പുറപ്പെട്ടത് വ്യാസദേവൻ. ധർമ്മത്തെ ഞാൻ തൊലിയുരിച്ച് സംസാരിക്കണമെന്ന്. ഇവിടെ ഈശ്വരനെ ഭജിക്കുന്ന കാര്യമാണ് പറയണത്. ഈശ്വരനെയാണ് ഭജിക്കേണ്ടത്. ആരാ ഈ ഈശ്വരൻ? സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം. എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ പരിലസിക്കുന്ന ചൈതന്യവിശേഷമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മളായിട്ടൊരു കല്ലിന് രൂപം കൊടുത്ത് പ്രതിഷ്ഠിച്ച് അവിടെ പൂജിക്കാൻ പുറപ്പെടുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താപ്പാ ബന്ധം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മൾ നൈമിഷാരണ്യത്തിൽ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ പറഞ്ഞു കേൾപ്പിച്ചതും അവിടെ എഴുതി സ്ഥാപിച്ചതും. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യവിശേഷത്തെ പെട്ടെന്ന് സാമാന്യ ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്തു ചെയ്യണു? ഇതാ ഒരു സങ്കേതം, ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വച്ചിരിക്കുന്നു. ഈ പ്രതീകം എന്തിൻ്റെ പ്രതീക? സർവവ്യാപിത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ കല്ലിനെ നോക്കി ഉടനെ കണ്ണടച്ച് എല്ലാ ദിക്കിലും ആകാശം പോലെ വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യവിശേഷം എന്ന് പറഞ്ഞ് ചിന്തിച്ച് വിചാരം ചെയ്ത് ധ്യാനിച്ച് ധ്യാനത്തിന് കൂർപ്പ് വരുത്തി സാക്ഷാത്കരിക്കണം. അതിനെ സഹായിക്കാനാണത്. വീട്ടിലൊരു പക്ഷേ നിങ്ങളിങ്ങനെ കണ്ണടച്ച് ചിന്തിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ മുൻപിലെങ്കിലും നിങ്ങൾക്ക് കണ്ണടച്ച് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. പക്ഷേ ആ ബിംബം മാത്രമേ ഉള്ളൂ, അത് വിട്ടാൽ ഒന്നുമില്ല. ഞാൻ ആ ബിംബത്തിൻ്റെ മുഖം മാത്രമേ നോക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയും. ആ ബിംബം എൻ്റെ ഉള്ളിലിങ്ങനെ പറഞ്ഞു നിൽക്കണം. അതല്ല, ആ ബിംബം ഒരു പ്രതീകമാണ്. അത് പ്രതിനിധാനം ചെയ്യുന്ന സത്യത്തെക്കുറിച്ച് ബുദ്ധിക്ക് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ. ആ ബുദ്ധി കൊണ്ട് ആലോചിച്ച് സാക്ഷാത്കരിക്കണം. അങ്ങനെയുള്ളവരുടെ സ്വഭാവം കരിങ്കല്ല് പോലെ ആവുള്ളൂ. മാറില്ല. ദ്വിഷതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. ദ്വിഷതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. ഇതിലും കഠിനമായിട്ട് പറയാനുണ്ടോപ്പാ? ആരാ ഈ പറയണത്? അരുമ മകൻ. ആരോടാ? അരുമ അമ്മയോട്. ആ രണ്ടുപേർക്കും അന്യോന്യമുള്ള അരുമത്തമുണ്ടല്ലോ, ആ അരുമത്തമാണ് അവിടെ കാര്യം സാധിപ്പിക്കുക. ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളിൽ വാത്സല്യമുള്ള ഒരാൾ, കണ്ണിലുണ്ണിയെപ്പോലെ നിങ്ങൾ നോക്കുന്ന ഒരാൾ പറയുമ്പോൾ അപ്പോൾ നമുക്ക് കേൾക്കുക മാത്രമല്ല ഗ്രഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ഭൂമാനന്ദ സ്വാമിജി ഇത്ര ഉറപ്പിച്ച് ഈ കാര്യങ്ങൾ പറയണേ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയാനുള്ളത്, എനിക്ക് അത്ര സ്നേഹമാണ് നിങ്ങൾ ഓരോരുത്തരെയും. ഈ നൈമിഷാരണ്യം പ്രവക്തൃപീഠത്തിൽ വന്നങ്ങോട്ട് ഇരുന്നാൽ ഉടനെ ഇവിടെ വരുന്ന ശ്രോതാക്കളും പ്രേക്ഷകരുമായിട്ടുള്ളവരെയൊക്കെ സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി അവരുടെ ഹൃദയത്തിൽ ഓടി നടന്ന് വിലസിക്കണം. അദ്ദേഹത്തിൻ്റെ കാരുണ്യവർഷം 24 മണിക്കൂറും അതിലുള്ള മിനിറ്റുകൾ അത്രയും അവരിൽ ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധം. ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനോ അമ്മയോ കല്യാണം കഴിച്ച കൂട്ടാളിയോ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ ഭൂമാനന്ദ സ്വാമിജി ഇങ്ങനെ ചിന്തിക്കും. എനിക്കത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എൻ്റെ ജീവിതം അതാണ്, എൻ്റെ തപസ്സതാണ്, എൻ്റെ അഭിലാഷം അതാണ്, എൻ്റെ ലക്ഷ്യം അതാണ്.
എൻ്റെ മൂല്യം അതാണ്, ഞാൻ താലോലിക്കുന്ന തത്വം അതാണ്. ഇത് ജനങ്ങൾ ഗ്രഹിക്കണം, 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 ഗ്രഹിക്കണം. ശുഗമഹർഷിയുടെ മനസ്സിലെ എന്തായിരുന്നു ഉദ്ദേശം? പരീക്ഷത്തിനോട് സംസാരിക്കുമ്പോൾ 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിക്കാൻ പോവാ. ആ കടിക്കുന്നതിന് മുൻപ് എൻ്റെ പരീക്ഷത്തിൻ്റെ മനസ്സിൽ തക്ഷകനുണ്ടാവരുത്. എൻ്റെ പരീക്ഷത്തിൻ്റെ മനസ്സിൽ പരീക്ഷത്തിൻ്റെ ശരീരം പോലും ഉണ്ടാകരുത്, മനസ്സ് പോലും ഉണ്ടാകരുത്, ബുദ്ധി പോലും ഉണ്ടാകരുത്. ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും അസ്തമിക്കണം. എന്നിട്ടോ ദ്രഷ്ടാവിൻ്റെ മണ്ഡലം മാത്രമായി വികസിക്കണം, പ്രകാശിക്കണം, കത്തിജ്വലിക്കണം, ഊർജ്ജസ്വലമാവണം. ഈ ഒരൊറ്റ വിചാരത്തിലാണ് ആര് പറഞ്ഞത്? ശുഗമഹർഷി. ആ ശുഗമഹർഷി പറഞ്ഞത് ആരെയാ, എന്തിനാ പറഞ്ഞേ? അദ്ദേഹത്തിൻ്റെ തന്നെ അച്ഛൻ എഴുതി വെച്ച മഹാഗ്രന്ഥം, മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം. അപ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഈ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ പറ്റാതെ അതിനെക്കുറിച്ച് ആലോചിക്കാതെയും ഇരിക്കുന്നവർ എന്തായിരിക്കും അവരുടെ മനസ്സ്? അവരുടെ മനസ്സ് പിശകിൻ്റെയും പൊല്ലാത്തതിൻ്റെയും ഒരു കൂമ്പാരം കൂടായിരിക്കും. ദ്വിഷതഃ പരകായേമാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. എന്നെ ഈശ്വര, എല്ലാവർക്കും ഇവിടെ കുറച്ചൊരു ശാന്തി വേണ്ടേ? മക്കളുണ്ടാവാം, കുട്ടികളുണ്ടാവാം, പേരക്കിടാങ്ങളുണ്ടാവാം, ഭർത്താവും ഉണ്ടാവാം, അച്ഛനമ്മമാരും ഉണ്ടാവാം, വേണ്ടത്ര സ്വത്തുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒക്കെ സമ്മതിച്ചു. എന്നാലും മനസ്സിനുള്ള ഭക്ഷണം എന്താണ് കൂട്ടരെ? വിശക്കുന്ന വയറ്റിനല്ലേ ഭക്ഷണം? കണ്ണിന് വെളിച്ചം നൽകുന്നതല്ലേ കാഴ്ച? വസ്തുക്കളൊക്കെ വെളിച്ചമല്ലേ കണ്ണിന് നൽകുന്നത്? അതുമാതിരി മനസ്സിൻ്റെ ആഹാരം എന്താ? ശാന്തി, തൃപ്തി, സന്തോഷം, കൃതാർത്ഥത. ആ മനസ്സിന് കൃതാർത്ഥത അവർക്ക് ഉണ്ടാവുന്നില്ല. ദ്വിഷതഃ പരകായേമാം. ഓരോ ശരീരത്തിലും അധിവസിക്കുന്നത് ഞാനാണമ്മേ, പരമാത്മാവാണമ്മേ, പരമേശ്വരനാണ്. ആ പരമേശ്വരൻ അധിവസിക്കുന്ന കേന്ദ്രമാണ്, വീടാണ് എല്ലാവരുടെയും ശരീരം എന്ന് മനസ്സിലാക്കാതെ മാനിനോ ഭിന്നദർശിനഃ. ദുരഭിമാനം ധാരാളമുണ്ട്, ഞാൻ മേലെ എന്നുള്ള വിചാരം എവിടെ ചെന്നാലും. മാനിനോ ബദ്ധവൈരസ്യ മാനിനോ ഭിന്നദർശനഃ. എല്ലാറ്റിനെയും വേർതിരിച്ച് 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 കാണുക. ആ ഭിന്നദൃഷ്ടി, വ്യത്യാസബുദ്ധി, ഭേദബുദ്ധി അവർക്കുള്ളൂ. ആ ഭേദം, ഭിന്നം, വ്യത്യാസം എന്നുള്ളത് അങ്ങോട്ട് വിട്ടാൽ എല്ലാം ശുദ്ധ സരളമായി, ആനന്ദപൂരിതമായി. എല്ലാം ആ ഒന്നാന്നൊരു തോന്നൽ വരണം. 7 സമുദ്രമുണ്ടായിക്കോട്ടെ, എന്നാലെന്താ? സമുദ്രജലം ഒന്നാണ്, ഉപ്പുരസം. നമ്മുടെ ആകാശത്തിന് നിങ്ങൾ ഇവിടെ തൊട്ടാൽ എന്താ, അമേരിക്കയിൽ പോയി തൊട്ടാൽ എന്താ? ഒറ്റ ആകാശമല്ലേ ഉള്ളൂ. സമുദ്രത്തിൽ ഇറങ്ങി നിന്നാൽ 7 സമുദ്രത്തിലെ ജലത്തിലല്ലേ നിങ്ങൾ സ്പർശിക്കുന്നത്. അങ്ങനെ ഒന്ന് എന്നൊരു വിചാരം. നിങ്ങൾ ശ്വസിക്കുന്ന കാറ്റും അയൽ സംസ്ഥാനത്തിലുള്ള ശ്വസിക്കുന്ന കാറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ ഈ ദേഹബുദ്ധിയെ വിട്ട് മനസ്സ് ഉയരാത്തത്? ഇത് മാത്രമാണ് പാഞ്ചഭൗതികം. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. അതിനെയും വിട്ട് കയറൂ. അവിടുന്ന് അങ്ങടാണ് ആത്മതലം. നമ്മൾ ശ്വസിക്കുന്ന കാറ്റ് പോലും പരന്നു കിടക്കുന്നതാ. അപ്പോൾ ബാക്കിയുള്ളതോ? നമുക്ക് എല്ലാം കൂടി 5 കോശമാണ്. ഒന്ന് അന്നമയ കോശം, അത് കഴിഞ്ഞാൽ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഏതാണ് ഈ ആനന്ദമയ കോശം? ഉറങ്ങുന്ന സമയത്ത്. അതും വിട്ടുള്ളതാണ് ആത്മാ. ദ്വിഷതഃ പരകായേമാം മാനിനോ ഭിന്നദർശിനഃ. ഈ സത്യം മനസ്സിലാക്കാൻ അനുവദിക്കില്ല അവരുടെ ഭേദബുദ്ധി, അവരുടെ ഭിന്നദൃഷ്ടി, അവരുടെ വ്യത്യസ്തമായിരിക്കുന്ന ദൃഷ്ടിവിശേഷം. ഭൂതേഷു ബദ്ധവൈരസ്യ. എന്നിട്ട് ചില ആൾക്കാരോട് വൈരം തോന്നും. പൂർവാശ്രമത്തിൽ ഞാൻ കൽക്കട്ടയിലുള്ള കാലത്ത് ഒരാൾ പറയുക, ഊണ് കഴിച്ചാൽ ആ ഉണ്ട ചോറ് ദഹിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് കുറ്റം പറയേണ്ടതെന്ന്. ഇതാണ് നമ്മുടെ സംസ്കാരം. എടോ, ഉണ്ട ചോറ് ദഹിക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യം എന്താ? ഒന്ന് ഉലാത്തിക്കളയുക കുറച്ച് നേരം. അപ്പം ദഹനപ്രക്രിയ നന്നായിരിക്കും, ചാടണ്ട. അതിന് പകരം മറ്റുള്ളവരെ കുറ്റം പറയണോ?
ഭൂതേഷു ബദ്ധവൈരസ്യ, ചിലരോട് വൈരം. ചിലരൊക്കെ പറയും, അതോ അവൻ പറഞ്ഞതെൻ്റെ നെഞ്ഞത്ത് വച്ചിട്ടുള്ള ഞാൻ മാവും പശ തട്ടിയാലേ പോവുള്ളൂ. മാവിൻ്റെ വിറക് ഉപയോഗിച്ച് കത്തിച്ചാലാണല്ലോ ഈ ദേഹം വേഗം പച്ചമാവ് കൊണ്ട് കത്തും. ഒരാളൊന്ന് പറഞ്ഞു, അത് ശരിയാവാം തെറ്റാവാം, പറഞ്ഞ ആളത് മറന്നു കാണും. എന്നാലും ദശാബ്ദങ്ങൾക്ക് ശേഷം നമ്മളത് ഓർമ്മ വെച്ച് നീറിക്കൊണ്ടിരിക്കുക. എന്തിനാ ഈ പൊല്ലാപ്പിന് പോണേപ്പ? ആരോ പറഞ്ഞവനല്ലേ തെറ്റ് പറഞ്ഞത്. ആ തെറ്റിൻ്റെ ഭാരം നിങ്ങളെന്തിനു ചുമക്കണമെന്ന് നെഞ്ഞത്ത് സൂക്ഷിച്ച് ആ ആൾ ഉല്ലാസമായിട്ട് നടക്കുക. നിങ്ങളാണ് കഷ്ടപ്പെട്ട് ദുരിതം കൊണ്ട് നടക്കുന്നത്. ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. അക്കൂട്ടരുടെ മനസ്സിന് ശാന്തി കിട്ടില്ല. അപ്പം ശാന്തി കിട്ടണമെങ്കിൽ എന്തു വേണം? യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം. അങ്ങനെ മനസ്സിലാക്കണം. എല്ലാ ദിക്കിലും ഒരുപോലെ എല്ലാ ശരീരങ്ങളിലും അധിവസിക്കുന്ന സത്താവിശേഷമാണ്, ചൈതന്യമാണ്. അതാണ് ആത്മാ, അതാണ് ഈശ്വരൻ, അതാണ് ഭഗവാൻ, അതാണ് പരമസത്യം എന്നിങ്ങനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങൾ വിചാരം ചെയ്യണം, മനസ്സിൽ തോന്നിത്തുടങ്ങണം എന്ന്. ഇതാണ് നമുക്ക് ആവശ്യം. യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ ദ്വിഷതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. എത്ര കേമായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു കൊച്ചുമകൻ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു കൂസലമില്ലാതെ അങ്ങനെ കൊഞ്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിലോരോ വാക്കും ദേവഹൂതിയുടെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു. കപിലൻ ഉദ്ദേശിച്ചതിലേറെ പതിഞ്ഞു. പറഞ്ഞ് കേട്ടതിന് ശേഷം കപിലൻ പോയി അമ്മ എല്ലാം വിട്ടു ചെന്ന് ഒരു യോഗിനിയായി തപസ് ചെയ്തു. തത്വപ്രവചനം കൊണ്ട് എന്ത് നേടിയെടുക്കാൻ സാധിക്കും എന്ന ചോദ്യത്തിന് മറുപടിയാണ് കപിലനും ദേവഹൂതിയും തമ്മിലുള്ള സംവാദം. അതിന് മറുപടി തന്നെയാണ് ഭഗവത്ഗീത കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദം. അതേപോലെ അതിന് മറുപടി തന്നെയാണ് ദ്വാരകയിൽ നിന്ന് കൃഷ്ണൻ ഉദ്ധവനെ നോക്കി പറഞ്ഞത്. പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിച്ചതോടുകൂടി ഉദ്ധവൻ എന്ത് ചെയ്തു? മഹാപ്രഭോ, എനിക്ക് സങ്കടം തന്നെയാണ്, വേദന തന്നെയാണ്, ദുഃഖം തന്നെയാണ്. പക്ഷെ ആ ദുഃഖം അങ്ങയുടെ വാക്കുകൾ കേട്ടുണ്ടായിട്ടുള്ള ദുഃഖമാണ്. അങ്ങയെ പിരിഞ്ഞു പോണൂല്ലോ എന്നുള്ളൊരു വിചാരം. അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടെങ്കിലും അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള സത്യങ്ങളും മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളുമെല്ലാം എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായി നിറച്ച് മനസ്സിന് തൃപ്തിയും ബുദ്ധിക്ക് വിജ്ഞാന സമ്പത്തും ധാരാളമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ വൈഭവത്താൽ, അതിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കണ്ണീരോടുകൂടിയാണെങ്കിലും ദാ പോണു എൻ്റെ പൊന്നുസ്വാമി ഹിമാലയത്തിലേക്ക് എന്ന് പറഞ്ഞങ്ങോട്ട് പോയി. നമ്മുടെ ഭാരതത്തിൽ ശബ്ദം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് എന്താണപ്പ? മനസ്സിന് എന്തെല്ലാം വേണ്ടതുണ്ടോ, ബുദ്ധിക്കും എന്തെല്ലാം വേണ്ടതുണ്ടോ, അത് മുഴുവനും നമ്മൾ ശബ്ദം കൊണ്ട് നേടിയെടുക്കും. ശബ്ദം കൊണ്ട് നേടിയെടുക്കും. പ്രബുദ്ധമതികളുടെ മനസ്സിൽ നിന്നും മുഖത്തിൽ നിന്നും നിർഗളിക്കുന്ന ശബ്ദങ്ങൾ എല്ലാം തന്നെ ജ്ഞാനമയമാണ്. ഒരു വലിയ ദൗത്യമായി കരുതൂ. എല്ലാവരുടെ വീട്ടിലും ശ്രീമദ് ഭാഗവതം പരിലസിക്കട്ടെ. അതിൻ്റെ പ്രകാശം എപ്പോഴും അണഞ്ഞു പോകാതെ മങ്ങാതെ ശോഭമാനമായി നിൽക്കട്ടെ, ജാജ്വല്യമാനമായി നിൽക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കൂ. അണ്ണാറ കണ്ണന് തന്നാലായത് അത് വിട്ടുകളയരുത്. ശരി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.